നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രണ്ടാഴ്ചയിലേറെയായി കുടിവെള്ളം എത്തുന്നില്ലെന്ന് പരാതി. ദുരിതത്തിലായി ജനങ്ങൾ. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണത്തിനൊപ്പം നിരക്കും കൂടും. യൂണിറ്റിന് 19 പൈസ സർചാർജ് ഈടാക്കാനാണ് പുതിയ തീരുമാനം. ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ നേരത്തെ ഇറക്കിയ ഉത്തരവിൽ ഇളവ് വരുത്തി പുതിയ സർക്കുലർ ഇറക്കി ഗതാഗത വകുപ്പ്. പുതിയ നിർദ്ദേശം ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരത്തെ തുടർന്ന്. സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 3 തുറക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. വാർത്തകൾ വിശദമായി. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രണ്ടാഴ്ചയിലേറെയായി കുടിവെള്ളം എത്തുന്നില്ലെന്ന് പരാതി. ഇതുമൂലം കുടുംബങ്ങളും ഹോട്ടലുകളും അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവരും ദുരിതത്തിലാണ്. വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന വെള്ളം വില കൊടുത്തു വാങ്ങിയാണ് പല കുടുംബങ്ങളും ഉപയോഗിക്കുന്നത്. അന്നാംപാടം കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് ഈ ഭാഗത്തേക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്നത്. 2 ആഴ്ച മുൻപ് പദ്ധതിയുടെ പമ്പ് ഹൗസിലുള്ള മോട്ടോർ തകരാറിലായതോടെയാണ് കുടിവെള്ള വിതരണം അവതാളത്തിലായത്. മോട്ടോർ അറ്റകുറ്റപ്പണി നടത്തി പുനഃസ്ഥാപിച്ച് പമ്പിംഗ് പുനരാരംഭിച്ചിട്ടും കോടാലി ടൗണിലേക്ക് വെള്ളം എത്തിയില്ല. വിതരണ പൈപ്പിലുണ്ടായ ചോർച്ചയാണ് ഇതിന് കാരണം. പൈപ്പ് വെള്ളം കിട്ടാതായതോടെ 1000 ലിറ്ററിന് 400 രൂപ നിരക്കിൽ വെള്ളം വില കൊടുത്തു വാങ്ങിയാണ് പല കുടുംബങ്ങളും വ്യാപാരികളും ഉപയോഗിക്കുന്നതെന്ന് പ്രദേശവാസിയായ VK കാസിം പറഞ്ഞു. അതെ, കോടാലിയിൽ ധാരാളം കുടുംബങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടിലാണ്. വിഷുവിന് 2 ദിവസം മുമ്പ്, ഏകദേശം ഇപ്പോൾ 3 ആഴ്ച കഴിഞ്ഞു, ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ കൂടെയുള്ള ശുദ്ധജലം വരവ് നിരവധി പരാതികൾ അയച്ചു. തിരുവനന്തപുരത്തേക്ക് ഈ ഉള്ളവൻ നേരിട്ട് വിളിച്ച് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഉടൻ തന്നെ ആക്ഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഫലത്തിൽ എന്താണെന്ന് വെച്ചാൽ വെള്ളമില്ല. അപ്പോൾ വെള്ളം വില കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥയാണിപ്പോൾ. ജല അതോറിറ്റിക്ക് കീഴിലെ കരാറുകാർ സമരത്തിലായതിനാൽ സമയബന്ധിതമായി പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം. അന്നാംപാടം പമ്പ് ഹൗസിൽ നിന്നുള്ള പ്രധാന പൈപ്പ് ലൈൻ കടന്നുപോകുന്ന വഴിയിൽ പലയിടത്തും ചോർച്ചയുണ്ട്. കാലപ്പഴക്കം വന്ന പൈപ്പാണ് ഇവിടെയുള്ളത്. ഒരിടത്ത് ചോർച്ചയുണ്ടായാൽ അത് അറ്റകുറ്റപ്പണി നടത്തി അടച്ചാൽ വൈകാതെ മറ്റൊരിടത്ത് പൈപ്പ് പൊട്ടി ജലവിതരണം തടസ്സപ്പെടുന്നത് പതിവാണ്. കാലങ്ങളായി ഇതാണ് അവസ്ഥ. ഗുണനിലവാരമുള്ള പൈപ്പുകൾ സ്ഥാപിച്ച് ജലവിതരണ ശൃംഖല നവീകരിച്ചാലേ പ്രദേശത്തെ ശുദ്ധജല വിതരണം കാര്യക്ഷമമാക്കാനാവൂ എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. പൈപ്പ് ലൈനിലെ അറ്റകുറ്റപ്പണി വേനൽക്കാലം വരും മുൻപേ പൂർത്തീകരിക്കാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പൊതുപ്രവർത്തകനായ ആൻഡ്രു ചെമ്പിഞ്ചേരി പറയുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമാണ് കോടാലി. കോടാലിയിലെ വെള്ളം ഇല്ലാതായിട്ട് 10-16 ദിവസങ്ങളായി. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം. അതുമാത്രമല്ല, ഈ വേനൽക്കാലം ആകുമ്പോഴാണ് ഉള്ള റിപ്പയറുകളും കാര്യങ്ങളൊക്കെ നടക്കണേ. ഇതൊക്കെ വേനൽക്കാലത്ത് ഉപയോഗിക്കണം. ഇതൊക്കെ ഭാവിയിൽ ആവശ്യമാണ്. എല്ലാ പുരോഗതിയുടെ ഒപ്പം കുടിവെള്ളത്തിൻ്റെയും പുരോഗതി ഉണ്ടാവണം എന്ന് മുൻകൂട്ടി കാണാനുള്ള ഒരു പ്രാപ്തി നമുക്ക് വേണം. പൈപ്പിൽ വെള്ളമെത്താത്തതിനാൽ ദിവസങ്ങളായി ദുരിതമനുഭവിക്കുകയാണെന്ന് കോടാലി ടൗണിൽ ചായക്കട നടത്തുന്ന ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. 2 കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ നിന്നും വെള്ളം കൊണ്ടുവന്നാണ് ഇപ്പോൾ ചായ ഉണ്ടാക്കി വിൽക്കുന്നത്. ഇപ്പോൾ 2 ആഴ്ചയായി ഇവിടെ ഈ ചായക്കടയിൽ വെള്ളം മുടങ്ങി, പൈപ്പ് വെള്ളം മുടങ്ങി. ഇതിപ്പോൾ ഈ ചായക്കടയിലത്തെ ബുദ്ധിമുട്ടാണ്. ഇവിടെ വെള്ളം ഇല്ലാണ്ട് ഗ്ലാസ് കഴിയാൻ ഒന്നും പറ്റില്ല. ഇപ്പോൾ 3 കിലോമീറ്റർ എൻ്റെ വീട്ടിൽ, അവിടെ നിന്നാണ് ഇപ്പോൾ ഞാൻ വെള്ളം കൊണ്ടുവന്ന് ചായക്കട നടത്തുന്നത്. ആ ബുദ്ധിമുട്ടൊന്നും ഉദ്യോഗസ്ഥന്മാരൊന്നും മനസ്സിലാക്കിയാൽ നല്ലത്. ഒരാളെ നയിക്കാനും ഇല്ല, പിടിക്കാനും ഇല്ല. ഇപ്പം ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു ഇവിടേക്ക് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ചായക്കട ഇവിടുത്തെ കടകളിലേക്ക് മാത്രമല്ല ഒറ്റ കടകളിലേക്കും ഇല്ല. ഇപ്പോഴത്തെ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചാലും പൈപ്പ് ലൈൻ നവീകരിക്കാതെ ജലവിതരണം കാര്യക്ഷമമാകില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്.
പമ്പ് ഹൗസിൽ സ്പെയർ മോട്ടോർ ഇല്ലാത്തതിനാൽ മോട്ടോർ തകരാർ ഉണ്ടാകുമ്പോഴെല്ലാം ദിവസങ്ങളോളം ശുദ്ധജല വിതരണം നിലയ്ക്കുന്നത് പതിവായിട്ടുണ്ട്. വേനൽക്കാലമായതോടെ വോൾട്ടേജ് ക്ഷാമവും അടിക്കടിയുള്ള വൈദ്യുതി സ്തംഭനവും മൂലം അടിക്കടി എന്നോണം മോട്ടോർ കേടുവരുന്നുണ്ട്. അന്നാംപാടം പദ്ധതിക്ക് പുറമെ കിഴക്കേ കോടാലിയിലുള്ള മറ്റത്തൂർ ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതിയുടെയും ആറ്റപ്പിള്ളിയിലുള്ള കാവനാട് ശുദ്ധജല വിതരണ പദ്ധതിയുടെയും പമ്പ് ഹൗസുകളിൽ സ്പെയർ മോട്ടോറുകൾ ഇല്ല. 3 പദ്ധതികൾക്കുമായി ഒരു സ്പെയർ മോട്ടോർ ലഭ്യമാക്കിയാൽ മോട്ടോർ തകരാറ് മൂലം ജലവിതരണം തടസ്സപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കാനാകുമെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണത്തിനൊപ്പം നിരക്കും കൂടും. ഈ മാസത്തെ ബില്ലിൽ വൈദ്യുതിക്ക് യൂണിറ്റിന് 19 പൈസ സർചാർജ് ഈടാക്കാനാണ് പുതിയ തീരുമാനം. നിലവിലുള്ള 9 പൈസയ്ക്ക് പുറമെയാണ് 10 പൈസ കൂടി സർചാർജ് ഏർപ്പെടുത്തുക. മാർച്ച് മാസത്തെ ഇന്ധന സർചാർജായാണ് 10 പൈസ കൂടി ഈടാക്കുന്നത്. അതേസമയം മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഗുണകരമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മണ്ണാർക്കാട് മേഖലയിൽ വെള്ളിയാഴ്ച തുടങ്ങിയ നിയന്ത്രണം ഗുണം കണ്ടു. ഒരൊറ്റ ദിവസം കൊണ്ട് 200 മെഗാവാട്ട് കുറഞ്ഞുവെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. 10 മുതൽ 15 മിനിറ്റ് വരെ മാത്രമാണ് വൈദ്യുതി നിയന്ത്രണം. വൻകിട വ്യവസായികളിൽ ചെറിയ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവന്നത്. മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഗാർഹിക ഉപഭോക്താക്കളെ ബാധിക്കില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ നേരത്തെ ഇറക്കിയ ഉത്തരവിൽ ഇളവ് വരുത്തി പുതിയ സർക്കുലർ ഗതാഗത വകുപ്പ് പുറത്തിറക്കി. ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരത്തെ തുടർന്നാണ് ഗതാഗത മന്ത്രി ഇളവുകൾക്ക് നിർദ്ദേശം നൽകിയത്. വെള്ളിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ആവശ്യപ്രകാരമുള്ള ഇളവുകൾ വരുത്തിക്കൊണ്ട് പുതിയ സർക്കുലർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയത്. പുതിയ സർക്കുലർ പ്രകാരം പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 30-ൽ നിന്ന് 40 ഉയർത്തി. 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന മുൻ ഉത്തരവ് നിബന്ധനയ്ക്ക് വിധേയമായി ഇളവ് വരുത്തി. 6 മാസം കൂടി 15 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് പുതിയ സർക്കുലറിൽ അനുമതി നൽകിയത്. പുതിയ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള ഗ്രൗണ്ടും ട്രാക്കും സജ്ജമാകുന്നതുവരെ നിലവിലെ രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താമെന്നും പുതിയ സർക്കുലറിലുണ്ട്. സർക്കുലർ ഇറങ്ങിയതോടെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ നടത്തുന്നത് വീണ്ടും പുനരാരംഭിക്കാനാകും. സമരത്തെ തുടർന്ന് ടെസ്റ്റുകൾ സംസ്ഥാനത്ത് നിർത്തിവച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 3-ന് തുറക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. പ്രവേശനോത്സവത്തോടെയാണ് ഈ അധ്യയന വർഷം ആരംഭിക്കുന്നത്. അതിനു മുന്നോടിയായി സ്കൂളിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണമെന്നും നിർദ്ദേശം. കല്ലൂർ റൂട്ടിലോടുന്ന ബസ് തൊഴിലാളികൾ BMS-ൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിന് തീരുമാനിച്ചു. കള്ളായിൽ ചേർന്ന യോഗം ബസ് ആൻഡ് ഹെവി വെഹിക്കിൾ മസ്തൂർ സംഘം ജില്ലാ പ്രസിഡന്റ് MM വത്സൻ ഉദ്ഘാടനം ചെയ്തു. BMS പുതുക്കാട് മേഖലാ പ്രസിഡന്റ് വിമൽ കൊരട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി ഉണ്ണി പുതിയേടത്ത്, TI നാരായണൻ, TS സനോജ്, TS ഗോപു, ആഷിഖ് സത്യൻ എന്നിവർ പ്രസംഗിച്ചു. യൂണിറ്റ് പ്രസിഡന്റായി ആഷിഖ് സത്യനെയും സെക്രട്ടറിയായി TS സനോജിനെയും ട്രഷററായി ET രതീഷിനെയും തെരഞ്ഞെടുത്തു. വന്യജീവി ഫോട്ടോഗ്രാഫിയിലെ ഇളം തലമുറക്കാരായ നിമൈ പ്രവീണും ഇഷാൻ മുരളിയും ചേർന്നൊരുക്കിയ ഫ്യൂച്ചർ സ്കേപ്പ് വന്യജീവി ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. ഫോട്ടോ മ്യൂസിന്റെ കോടാലിയിലുള്ള വിജയ്കുമാർ മേനോൻ മെമ്മോറിയൽ ഓപ്പൺ ആർട്ട് ഗാലറിയിൽ വൈകുന്നേരം 4:30-ന് പ്രദർശനം നടക്കും. നിരവധി വന്യജീവി സങ്കേതങ്ങൾ സന്ദർശിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള നിമൈ പ്രവീണും ഇഷാൻ മുരളിയും പകർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനം ഈ മാസം 31 വരെ ഉണ്ടാകും. വന്യജീവി ഫോട്ടോഗ്രാഫറും ആർക്കിടെക്ടറുമായ പ്രവീൺ മോഹൻദാസിന്റെയും ആർക്കിടെക്ട് വൈഷ്ണവി ചിത്രൈബാലിന്റെയും മകനായ നിമൈ തൃശൂർ ഹരിശ്രീ വിദ്യാനിധി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വന്യജീവി ഫോട്ടോഗ്രാഫറും ബിസിനസ്സുകാരനുമായ മുരളി മോഹന്റെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥയും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ മൃദുല മുരളിയുടെയും മകനായ ഇഷാൻ പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. രാപ്പാൾ സെന്റ് ജോർജ് പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. ഞായറാഴ്ച രാവിലെ 9:45-ന് പ്രസുതേന്തി വാഴ്ച, തുടർന്ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ നിതിൻ പയ്യപ്പള്ളി കാർമ്മികത്വം വഹിക്കും. ഫാദർ ചാൾസ് ചിറ്റേട്ടുകരക്കാരൻ വചന സന്ദേശം നൽകും.
ഉച്ചതിരിഞ്ഞ് 4:30 തിരുനാൾ പ്രദക്ഷിണം, മെയ് 12 8-ാം ഇടം ഫാദർ ഫെമിൻ ചിറ്റിലപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശനിയാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, തിരുസ്വരൂപ ആൾരൂപക്കൂട്ടിലേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കൽ ചടങ്ങുകൾക്ക് ഫാദർ ജോൺ പോൾ ENM കാർമ്മികത്വം വഹിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ ഇടവക മധ്യസ്ഥന്റെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. ഞായറാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഊട്ടുവെഞ്ചരിപ്പ് നിർവഹിക്കും. 8:30 ഫാദർ സിബിൻ വാഴപ്പള്ളിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയുണ്ടാകും. 10 തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലെപ്പുറം മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ വിൻസെന്റ് ആലപ്പാട്ട് സന്ദേശം നൽകും. തുടർന്ന് കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂണുണ്ടാകും. ഉച്ചകഴിഞ്ഞ് 4 നടക്കുന്ന സെന്റ് ജോസഫ് ഫാമിലി കുർബാനയ്ക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികരാകും. തുടർന്ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണം ഉണ്ടാകും. നവീകരണം പൂർത്തിയാക്കിയ ആളൂർ വരപ്രസാദനാഥ പള്ളിയുടെ വെഞ്ചരിപ്പും പുനഃപ്രതിഷ്ഠയും ഞായറാഴ്ച നടക്കും. ഉച്ചകഴിഞ്ഞ് 2:30 ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ വെഞ്ചരിപ്പ് നിർവഹിക്കും. പള്ളിയുടെ ജൂബിലി വർഷം ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. ഇടവക ദിനാഘോഷം തിങ്കളാഴ്ച വൈകുന്നേരം നടക്കും. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകവും ചരിത്ര സ്ഥലവും കാണുന്നതിനായി വിനോദസഞ്ചാരികൾക്കായി കേരളത്തിലെ ആദ്യ സ്വകാര്യ ട്രെയിൻ യാത്ര ജൂൺ 4 തിരുവനന്തപുരത്ത് നിന്നും ആരംഭിക്കും. കൊച്ചി ആസ്ഥാനമായ പ്രിൻസി വേൾഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ ട്രെയിൻ സർവീസിന് തുടക്കമിട്ടിരിക്കുന്നത്. ഭാരത് ഗൗരവ് ഉൾപ്പെടുത്തി നടത്തുന്ന പ്രഥമ പാക്കേജിന്റെ ആദ്യ യാത്ര ജൂൺ 4 മഡ്ഗാവിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും ആരംഭിക്കും. 4 ദിവസമാണ് ടൂർ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് പ്രിൻസി വേൾഡ് ട്രാവൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ഡോക്ടർ ദേവിക മേനോൻ പറഞ്ഞു. കേരളത്തിൽ നിന്ന് ഗോവ, മുംബൈ, അയോധ്യ എന്നിവിടങ്ങളിലേക്കാണ് വിവിധ ടൂർ പാക്കേജുകൾ ഒരുക്കിയിട്ടുള്ളത്. ചെന്നൈ ആസ്ഥാനമായ SRMPR ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ടൂർ പാക്കേജുകൾ ഒരുക്കുന്നതെന്ന് പ്രിൻസി വേൾഡ് ട്രാവൽ മാനേജിംഗ് ഡയറക്ടർ EX ബേബി തോമസ് പറഞ്ഞു. 750 പേർക്ക് യാത്ര ചെയ്യാവുന്ന ട്രെയിനിൽ 2 സ്ലീപ്പർ ക്ലാസ് ബോഗികൾ, 11 തേർഡ് AC, 2 സെക്കൻഡ് AC എന്നിവയുമുണ്ട്. മെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെ 60 ജീവനക്കാരും ട്രെയിനിലുണ്ടാകും. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്നും കയറാം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് നിരക്കിൽ 50% ഇളവുണ്ട്. യാത്രയിൽ പല സ്റ്റേഷനുകളിലും ട്രെയിൻ നിർത്തുമെങ്കിലും പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശനമുണ്ടാകില്ല. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പാലക്കാട് ജില്ലയിലെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് അയലൂരിൽ MSc കമ്പ്യൂട്ടർ സയൻസ് അനുവദിച്ചു. UG PG അഡ്മിഷൻ വിവരങ്ങൾക്ക് കോളേജുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: ആദ്യ നമ്പർ 8547005029, അടുത്ത നമ്പർ 9447711279. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 6585 രൂപ, പവന് 52,680 രൂപ. ചെങ്ങാലൂർ ചിറ്റിലപ്പള്ളി തോമസ് അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൊടകര കാവുംതറ ചേരാമ്പറമ്പിൽ കൊച്ചുവേലായുധൻ ഭാര്യ രത്നം അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കർണൻ, സുരേഷ് എന്നിവർ മക്കളും വിനോദിനി മരുമകളുമാണ്. വെണ്ടൂർ താണിപ്പിള്ളി ജോസ് ഭാര്യ അമ്മിണി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10:30 വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. ജോൺസൺ, ഷൈനി, ജോഷി, വിൽസൺ എന്നിവർ മക്കളും ബിജി, ഡൊമിനിക്, ബിന്ദു, സിജി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 2 ആഴ്ചയിലേറെയായി കുടിവെള്ളം എത്തുന്നില്ലെന്ന് പരാതി. ദുരിതത്തിലായി ജനങ്ങൾ. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണത്തിനൊപ്പം നിരക്കും കൂടും. യൂണിറ്റിന് 19 പൈസ സർചാർജ് ഈടാക്കാനാണ് പുതിയ തീരുമാനം. ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ നേരത്തെ ഇറക്കിയ ഉത്തരവിൽ ഇളവ് വരുത്തി പുതിയ സർക്കുലർ ഇറക്കി ഗതാഗത വകുപ്പ്.
പുതിയ നിർദ്ദേശം ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരത്തെ തുടർന്ന്. സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 3 തുറക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.